11 വർഷത്തെ ബന്ധത്തിന് അവസാനം അപർണ തോമസും ജീവയും വേർപിരിഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? 11 വർഷം ഒരുമിച്ച് ജീവിച്ച ശേഷം ഇനി ഞങ്ങൾ ഒന്നിച്ചില്ല. മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് അപർണ തോമസിൻ്റെയും ജീവ ജോസഫിൻ്റെയും വേർപിരിയൽ വാർത്ത. സത്യത്തിൽ ഈ വാർത്ത കേട്ടപ്പോൾ പലർക്കും ആദ്യം വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല. കാരണം ഇത്രയും വർഷം ഒരുമിച്ച് കണ്ടിരുന്ന ഒരു താരദമ്പതികളായിരുന്നു ജീവയും അപർണയും. ഒരുമിച്ചുള്ള ഫോട്ടോസ്, യാത്രകൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വരെ ആരാധകർക്ക് പരിചിതമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ബന്ധത്തിന് ഒരവസാനം വന്നിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചോദിക്കുന്നത്. ജീവയും അപർണയും 2015 ഓഗസ്റ്റ് 24-നാണ് വിവാഹിതരായത്. അതായത് ഏകദേശം 11 വർഷത്തോളം നീണ്ടുനിന്ന ബന്ധം. ഇത്രയും വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ആരാധകരെ സംബന്ധിച്ച് അത് ശരിക്കും ഒരു ഷോക്കായിരുന്നു. അതിലെ ശ്രദ്ധേയമായ കാര്യം എന്താണെന്നറിയാമോ? വിവാഹ വാർഷിക ദിനത്തിൽ തന്നെയാണ് ഇവർ വേർപിരിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൂടുതൽ ശക്തമായി. പലരും പലതരത്തിലുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഇത്രയും സന്തോഷത്തോടെ കഴിഞ്ഞു നിന്ന ഇവർക്കിത് എന്ത് പറ്റി? എപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്? വേർപിരിയുന്നതിനുള്ള യഥാർത്ഥ കാരണം എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ആരാധകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വേർപിരിയലിൻ്റെ കൃത്യമായ കാരണം ഇതുവരെയും ഇരുവരും പുറത്തു പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള കഥകളും അഭിമുഖങ്ങളും വരുന്നുണ്ട്. പക്ഷേ അതൊന്നും സ്വീകരിച്ച വിവരങ്ങളല്ല. അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയല്ല. അപർണയുടെ പ്രതികരണമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ഈ തീരുമാനം എടുത്തത് എളുപ്പമായിരുന്നില്ലെന്നും, പക്ഷേ ഇപ്പോൾ താൻ കൂടുതൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുമെന്നുമാണ് അപർണയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാകും. ചില ബന്ധങ്ങൾ അവസാനിക്കുമ്പോഴും ജീവിതം അവിടെ അവസാനിക്കുന്നില്ല. ചിലപ്പോൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനേക്കാൾ രണ്ടുപേരും സ്വന്തം വഴിയിലൂടെ സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നതാകും നല്ലത്. ജീവയും ഈ വേർപിരിയൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് ഇരുവരും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ വാർത്തയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കാണുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഒരു ഇൻസ്റ്റാഗ്രാം ഫോട്ടോ കണ്ടിട്ട് ഒരു കുടുംബത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു വീഡിയോയിൽ സന്തോഷത്തോടെ ചിരിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയാൻ കഴിയില്ല. ഇതാണ് ഇപ്പോഴത്തെ ജീവ അപർണ വിഷയത്തിലും സംഭവിച്ചത്. ആരാധകർക്ക് അവർ എപ്പോഴും ഒരു ഹാപ്പി കപ്പിളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നെന്ന് അവർക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ തീരുമാനത്തെ ബഹുമാനിക്കുക എന്നതാണ്. 11 വർഷം എന്നത് ചെറിയൊരു കാലയളവല്ല. ഒരുമിച്ച് ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് അനുഭവങ്ങൾ, സന്തോഷവും വിഷമങ്ങളും എല്ലാം പങ്കുവെച്ച ശേഷമാണ് ഇരുവരും ഇപ്പോൾ വേർപിരിഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെ ഈ തീരുമാനം ഇരുവർക്കും എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. അതേസമയം ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയാണ് ഇരുവർക്കും ലഭിക്കുന്നത്. ചിലർ പറയുന്നു, എന്തായാലും അവരുടെ തീരുമാനം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. മറ്റു ചിലർ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. ഒരിക്കൽ കൂടി ഇരുവരും ഒന്നിക്കുമോ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾക്കറിയാവുന്ന കാര്യം ഇത്രമാത്രം. ജീവ ജോസഫും അപർണ തോമസും തങ്ങളുടെ ദാമ്പത്തിക ബന്ധം അവസാനിപ്പിച്ച് വ്യത്യസ്ത വഴികളിലൂടെ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. യഥാർത്ഥ കാരണവും ഇരുവരും വ്യക്തമാക്കിയിട്ടില്ല. പുത്തൻ പുതു സിനിമാ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക.